മുട്ട റോസ്റ്റ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് ഗ്രേവിയോ അല്ലെന്നുണ്ടെങ്കിൽ മസാലയോ അല്ല, ഇത് മുട്ട ആകെ കവർ ചെയ്തിരിക്കണ മാതിരിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉണ്ടാക്കാനായിട്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തില്. പിന്നെ ഒരു 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഒരു പീസ് ഇഞ്ചി ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി അത് ഞാൻ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേപ്പില വേണം. പിന്നെ വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില വേണം. പിന്നെ ഇതിലേക്ക് നമ്മൾ വഴറ്റി ഏറ്റവും ലാസ്റ്റ് നമ്മൾ അതിലേക്ക് കുറച്ച് കുക്കിംഗ് ക്രീം അല്ലാന്നുണ്ടെങ്കിൽ നാളികേരത്തിന്റെ 1-ാം പാല് അത് നമ്മൾ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഇതെല്ലാം വേണം. അപ്പൊ നമുക്കിത് എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായി ചൂടായി കഴിഞ്ഞ് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് ഒഴിക്കണം. കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് സവാള നന്നായി വഴറ്റണം. ഇതിപ്പോ ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ സവാള ഇട്ട് കൊടുക്കണം. സവാളയുടെ കളറ് നന്നായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മാറി തുടങ്ങി കഴിഞ്ഞ് ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിയും സവാളയും വഴന്നു വരാനായിട്ട് കുറച്ച് സമയം വേണം. അപ്പൊ അത് രണ്ടും കൂടിയിട്ട് വേണം നമുക്ക് ആദ്യം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കുറച്ചു നേരം ഒന്ന് വഴന്നു വരണം. ഇപ്പൊ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, അതേമാതിരി തന്നെ വെളുത്തുള്ളി ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൊടികൾ, മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി അത് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടി. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് മസാലപ്പൊടി. മസാലപ്പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇതിന്റെ പച്ച സ്മെല്ല് പോണ വരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് വെളിച്ചെണ്ണ പോലെ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. പച്ചവെള്ളം ഒഴിക്കരുത്. നല്ല ചൂടുവെള്ളം അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ചൂടുള്ള വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മളിത് ഗ്രേവി ആയിട്ടല്ല, നല്ല റോസ്റ്റ് ആയിട്ടാണ് ചെയ്യണത്. ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കാം. ഇത് നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ചു കഴിഞ്ഞാൽ തീ സിമ്മിലിടുക. ഇതിപ്പോ ആയിട്ടിടയിൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് മുട്ട അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നടുക്കീരിച്ചും ചേർത്ത് കൊടുക്കാം. അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇതേമാതിരി ചേർക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഭാഗവും ഈ 4 സൈഡ് കത്തിയോണ്ട് ചെറുതായിട്ടൊന്ന് വരയുക. എന്നിട്ട് വേണം ചേർക്കാനായിട്ട്. എന്നാൽ മാത്രമേ അതിന്റെ ഉള്ളിലേക്ക് അതിന്റെ മസാലകളെല്ലാം പിടിക്കത്തുള്ളൂ. ഇതിപ്പോ മുട്ടയെല്ലാം ഞാൻ ഇതിലേക്ക്
മുറിച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്, ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില അരിഞ്ഞ് ചേർക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മുട്ടയെല്ലാം ഇതിനകത്തേക്ക് കവർ ചെയ്യിക്കാം ഈ സവാളയുടെ ഒരു മസാലക്കൊണ്ട്. ഇതിപ്പോ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണം നമ്മള് എടുത്തു വെച്ചിരിക്കുന്ന കുക്കിംഗ് ക്രീം, അല്ലാന്നുണ്ടെങ്കിൽ നാളികേരം പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. നാളികേരം പാലാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഒരു സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, ഈ ഒരു സ്പൂൺ, ഇത്രയും ഒരു സ്പൂൺ നിറയെ ചേർത്താൽ മതി. കുക്കിംഗ് ക്രീം ആണെങ്കിൽ അതിന്റെ പകുതി മതി. കാരണം നാളികേരം പാലിനേക്കാളും കട്ടി കൂടുതൽ എന്തായാലും കുക്കിംഗ് ക്രീമിന് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ പകുതി മതി. ഞാനിപ്പോ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഇത്രയും മതി. ഇതൊന്ന് പതുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ നമുക്ക് ഓഫ് ചെയ്യാം. കുക്കിംഗ് ക്രീം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ, അല്ലെങ്കിൽ നാളികേരം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീ കത്തിക്കണ്ട. നമ്മുടെ മുട്ടയുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു നല്ലൊരു കറിയാണിത്. ഇത് നല്ല ചപ്പാത്തിയുടെ കൂടെയോ ഭട്ടൂരയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ ചോറിന്റെ കൂടെയോ നമുക്ക് കഴിക്കാം. നല്ല എരിവുണ്ടാവും, അതേമാതിരി തന്നെ നല്ല മസാലയും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി നമുക്കിതൊരു സെർവ് ബൗളിലേക്ക് കഴിഞ്ഞ് മാറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി മുട്ട റോസ്റ്റ് റെഡിയായി. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്, അതേമാതിരി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.